ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം. കർത്താവ് തന്നോട് അരുളിച്ചതിനെ നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മ, നമുക്കറിയാം മറിയയും എലിസബത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത്. കർത്താവ് തന്നോട് അരുളിച്ചതിനെ നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് എന്ത് അരുളി ചെയ്തോ അതങ്ങ് വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞു തലമുറയെ തരും, അതങ്ങ് വിശ്വസിച്ചു. അത് വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരുന്നവൾ, അല്ലെങ്കിൽ അത് പ്രാപിച്ചവൾ, അല്ലെങ്കിൽ അത് പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നവൾ എന്ന് പറയുന്നു. വേദോസം പറയുന്നു അവളാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ ഐ റിസീവ് ഇറ്റ്, ആമേൻ ആമേൻ എന്ന് പറയുന്ന അല്ലല്ല. ആമേൻ അത് അവിടെ വെച്ച് വിശ്വസിച്ചു, അതിനായി കാത്തിരുന്നു, അതിനായി ഒരുങ്ങി, അത് പ്രാപിച്ചെടുക്കുന്നു. അവളാണ് ഭാഗ്യവതി. സഹോദര സഹോദരി, മാതാവേ പിതാവേ, എന്തും മാത്രം വാഗ്ദത്തങ്ങൾ നമ്മൾ കേൾക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഇത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കണമെങ്കിൽ കേട്ടത് വിശ്വാസമായി പരിണമിക്കണം. അതിനുവേണ്ടി കാത്തിരുന്ന് അത് പ്രാപിക്കുമ്പോഴാ നമ്മളെ വേദപുസ്തകം അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വാഗ്ദത്തം കേൾക്കുകയും മറക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കറിയാം പ്രവാചക പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരും, കാത്തുകൊള്ളുക, അതിനായി കാത്തിരിക്കുക. നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരുവാൻ ശക്തനാണ്, മതിയായവനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം, അതിൽ വിശ്വസിച്ച് അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കണം. ലഭിച്ച വാഗ്ദത്തം പ്രാപിക്കുവോളം അതിനുവേണ്ടി ജാഗരിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി സ്തോത്രം ചെയ്യണം, അത് റിസീവ് ചെയ്യാനായിട്ട് കൊതിയോടെ ഇരിക്കണം. അതാണ് യഥാർത്ഥമായ കാര്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ദൈവം നമ്മളോട്, ഈ ഭൂമിയിലെ അപ്പന്മാർ പറയുന്ന കാര്യങ്ങളെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നു എങ്കിൽ സ്വർഗീയത്തിലെ അപ്പൻ നമുക്ക് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് അതിനുവേണ്ടി മറക്കല്ലേ, ഒന്നും മറന്നു പോകരുത്. 2 ഒരുങ്ങിയിരിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം, ജാഗരിക്കണം. അമ്മേ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരിക്കത്തില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്നടത്തുനിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രെയിൻ വരുവാൻ കാത്തിരിക്കുന്നത് പോലെ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കണം. അതുകൊണ്ട് കേട്ട വാഗ്ദത്തങ്ങൾ മറന്നു പോകാതെ, കേട്ട വാഗ്ദത്തങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി ഒന്ന് വായിച്ച് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക, പ്രാർത്ഥിച്ചിരിക്കുക. ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരിക തന്നെ ചെയ്യും. ചില സമയം നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കത്തില്ല വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നത് എന്ന് പറഞ്ഞ് തള്ളിപ്പോ, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു മാറിപ്പോകാതെ ദൈവമാ പറഞ്ഞത് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾ വൻ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ കാണും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.